ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ കാടാമ്പുഴ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നടന്നു വരുമ്പോൾ ഒരു ജീപ്പിൽ ഞാൻ കയറി എൻ്റെ നാട്ടുകാരൻ്റെ കൂടെ. പൈസ ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു നാട്ടിൽ വന്നിട്ട് തരണ്ട, എൻ്റെ കയ്യിൽ കാശില്ല. അദ്ദേഹം ആൾക്കാരുടെ ഇടയിൽ നിന്ന് പിടിച്ച് എന്നെ ഇറക്കി വിട്ടു. അപ്പം ഞാൻ കുറേ കരഞ്ഞു. ഞാൻ നടന്ന് ചടച്ചു വരികയാണ്. ഞാൻ 5-6 കിലോമീറ്റർ ഉള്ളു ഇനി വണ്ടിയിൽ പോരാൻ. പക്ഷെ അദ്ദേഹം അനുവദിച്ചില്ല. അദ്ദേഹം എന്നെ ഇന്ന് ഇറക്കി വിട്ടു. അതൊന്നും മനസ്സിന്ന് പോകാത്ത ഓരോ അനുഭവങ്ങളാണ്. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വണ്ടിയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമൊക്കെ ഇല്ലാതായി. അദ്ദേഹത്തിൻ്റെ അമ്മോസൻ മരണപ്പെട്ടപ്പോൾ രാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിൽ ബെല്ലടിച്ചു വന്നിട്ട് ഞാൻ വാതിൽ തുറന്ന് പുറത്ത് വന്നപ്പോൾ അന്ന് ജീപ്പിൽ നിന്ന് ഇറക്കി വിട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ്, എൻ്റെ അമ്മോസൻ മരിച്ചിട്ടുണ്ട്, ഒന്ന് ആ വീട്ടിൽ ഒന്ന് എത്തിച്ചേരാൻ പറ്റുമോ? എൻ്റെ 3-4 വീട്ടിൽ പോയി, വണ്ടി ആരും ഇപ്പോൾ പോരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പടച്ചമ്പുരാനെ എൻ്റെ അടുത്ത് എത്തിച്ചു അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം തന്നെ പോവാ, ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ബനിയട്ടാട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു ബനിയൻ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യനെയും കൂടി അദ്ദേഹത്തിൻ്റെ അമ്മോസൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. പോകുമ്പോൾ അദ്ദേഹം എന്നോട് പുറത്ത് കുട്ടികളോട് പറഞ്ഞു, പഴയ കാലത്തൊക്കെ എനിക്കൊരു വിഷമങ്ങളൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, നീ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, മനുഷ്യനെ മാറ്റിമറിക്കാൻ ഇത്രേ പടച്ചമ്പുരാന് പണിയുള്ളൂ. എൻ്റെ അടുത്ത് പടച്ചമ്പുരാൻ പണം തന്നിരുന്നു. ഞാൻ അള്ളാനെ മറക്കാതെ, പടച്ചമ്പുരാനെ മറക്കാതെ, അത് മറ്റുള്ളവനും കൂടി അവകാശപ്പെട്ടതാന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ കുടുംബം അത് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാം, കുഞ്ഞു മക്കളെ നമ്മൾ ആട്ടിവിടാനോ അവർക്ക് നൽകാതെ ഇരിക്കാനോ ചെയ്യരുത്. നാളെ അവന് ചിലപ്പം പടച്ചമ്പുരാന് ഒരുപാട് ഉന്നതിയിലെത്തിക്കും. അന്ന് നമുക്ക് തിരിച്ച് അവനോട് സഹായം ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എൻ്റെ അനുഭവം മാത്രം.